എല്ലാവർക്കും സ്നേഹവന്ദനം. സിം ഇന്ത്യ കമ്മ്യൂണിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് വളരെ അഭിമാന പുരസ്സരം ഈ ലോകത്തിന് സമ്മാനിക്കുന്ന സിംപേ എന്ന ബിസിനസ് ആപ്പിൻ്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസൻറ്റേഷനിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. സിം ഇന്ത്യ കമ്മ്യൂണിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, സെക്കൻഡ് ഫ്ലോർ, സോണി കോംപ്ലക്സ്, കൽപ്പറ്റ, വയനാട്, കേരള 673121. ഇതാണ് സിം ഇന്ത്യ കമ്മ്യൂണിക്കേഷൻ്റെ അഡ്രസ്സ്. മൊബൈൽ ഫോൺ ലാൻഡ് ഫോൺ നമ്പർ 0493623767. കസ്റ്റമർ കെയർ നമ്പർ 8078411968. കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി രജിസ്റ്റർ ചെയ്തത് അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തത് 2017 ജനുവരി 24-ലാണ്. കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത് സിംപേ എന്ന് പറയുന്ന ബിസിനസ് ആപ്പും സിംപേ എന്ന് പറയുന്ന ഏണിംഗ് ആപ്പുമാണ്. ഇപ്പോൾ നമ്മൾ വിതരണം ചെയ്യുന്നത് സിംപേ ബിസിനസ് ആപ്പാണ്. അപ്പോൾ ഒരു ആപ്പിൻ്റെ ഒരു ബിസിനസ്സുമായി അല്ലെങ്കിൽ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് എന്താണ് മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ എന്താണ് ബിസിനസ് ആപ്ലിക്കേഷൻ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എ മൊബൈൽ ആപ്പ് ഓർ എ മൊബൈൽ ആപ്ലിക്കേഷൻ is a software program that runs on a mobile device like a smartphone or tablet. ഒരു സ്മാർട്ട് ഫോൺ പോലെയോ അല്ലെങ്കിൽ ഒരു ടാബ് പോലെയോ ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം ഒരു പ്രത്യേക മൊബൈൽ ഫോണിൽ പ്രവർത്തിക്കുന്നതിനാണ് അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുന്ന സംവിധാനമാണ് മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് എന്ന് പറഞ്ഞാൽ. ഇത് ഇങ്ങനെ പറയുന്നതിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ ഈ മൊബൈൽ ആപ്പുകളെ പൊതുവെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്: നേറ്റീവ്, വെബ് ബേസ്ഡ്, ഹൈബ്രിഡ്. ഈ നേറ്റീവ് ആപ്പ് എന്ന് പറയുന്നത് ദീസ് ആപ്സ് ആർ ഡിസൈൻഡ് ടു റൺ ഓൺലി ഓൺ എ സ്പെസിഫിക് platform such as iOS or Android. അതായത് നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണുകളിൽ നമ്മുടെ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ആണ് പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ ആപ്പിളിൻ്റെ ഫോണുകളിൽ iOS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ അത്തരം ഫോണുകളിൽ മാത്രം പ്രവർത്തിക്കുന്ന ആപ്പുകളെയാണ്, അതിനുവേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള, സ്പെസിഫിക് പ്ലാറ്റ്ഫോമിൽ മാത്രം പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ആപ്പുകളാണ് നേറ്റീവ് ആപ്പ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മളുടെ ഫോൺ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ധാരാളം ആപ്പുകൾ നമുക്ക് അതിനകത്ത് കാണാം. ആ ഫോണിൽ മാത്രം പ്രവർത്തിക്കുന്ന ആപ്പുകളുണ്ട്. ഇപ്പം നമ്മുടെ ആൻഡ്രോയിഡ് ആണെങ്കിൽ ധാരാളം ആപ്പുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. എന്നാൽ ഈ iOS എന്ന് പറയുന്ന ആപ്പിളിൻ്റെ ആപ്പിൽ നമുക്ക് വളരെ ചുരുക്കം ആപ്പുകൾ മാത്രമേ അതിനകത്ത് പ്രവർത്തിക്കത്തുള്ളൂ. അതിനകത്ത് അതിൻ്റെ വേർഷൻസ് മാത്രമേ പ്രവർത്തിക്കൂ. അങ്ങനെ അവിടെ മാത്രം പ്രവർത്തിക്കുന്ന വേർഷൻസിനാണ് നമ്മൾ നേറ്റീവ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടി മാത്രം പ്രവർത്തിക്കുന്നവയാണ് വെബ് ബേസ്ഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് സാധാരണ വെബ്സൈറ്റ് പോലെ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ അല്ലാതെ ഒരു വെബ്സൈറ്റ് പോലെ പ്രവർത്തിക്കുന്ന ആപ്പുകളുമുണ്ട്. ഇനി ഇത്തരം 2 തരം ആപ്പുകളും ചേർന്നിട്ടുള്ള ആപ്പുകളാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാവുന്നത്, ഇപ്പോൾ ഞാൻ ക്യാൻവ എന്ന് പറയുന്ന ഒരു ആപ്പിൽ ഒരു സോഫ്റ്റ്വെയറിലൂടെയാണ് ഇപ്പോൾ നിങ്ങളോട് ഇത് പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് സ്വന്തമായിട്ട് ഇതിനൊരു വെബുണ്ട്, ഒരു സൈറ്റുണ്ട്. ആ സൈറ്റിലൂടെയാണ് ഇപ്പോൾ ഇതിന് ആപ്പും ഉണ്ട്. അതേപോലെ തന്നെ
നമ്മൾ സാധാരണ ഗൂഗിൾ പേ, ഫോൺ പേ എന്നൊക്കെ പറയുന്നത് ആപ്പാണ്. അതും വെബ് ബേസ്ഡ് ആപ്പ് തന്നെയാണ്. അതേപോലെ തന്നെ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ചേർന്ന് വരും. നേറ്റീവായിട്ട് വരികയും ചെയ്യും, അതുപോലെ വെബ് ബേസ്ഡ് ആയിട്ടൂടെ വരുന്ന രണ്ടും കൂടെ ചേർന്നതിനാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അത്തരം അതിൽ നിന്ന് നമുക്ക് എന്താണ് ആപ്പുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ ഈ ബിസിനസ് സിംപേയുടെ ബിസിനസ് ആപ്പ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ആപ്പല്ല, ശരിക്കും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ബിസിനസ് ആപ്പല്ല. നമ്മൾ API ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. എന്താണ് API? An API or application programming interface is a set of rules and protocols that allow software applications to communicate with each other. അതൊരു പ്രത്യേക റൂൾസ് ആൻഡ് പ്രോട്ടോകോൾസ് അടങ്ങിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ് API എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ APIs are a type of software intermediary that can simplify process of developing applications and web services. ആപ്ലിക്കേഷൻസും ഡെവലപ്പിംഗ് ആപ്ലിക്കേഷൻസും വെബ് സർവീസസിൻ്റെയും പ്രക്രിയകളെ വളരെ ലളിതവൽക്കരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഇൻ്റർമീഡിയറിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു API എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്കിത് ഒരുപക്ഷെ മനസ്സിലാകണമെന്നില്ല. ഇനി ഞാനത് കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ പറയാം. അതായത് മുൻകാലങ്ങളിൽ നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്തതും ഡിഷ് റീചാർജ് ചെയ്തതും ഒക്കെ നമ്മൾ അത്തരം സംവിധാനങ്ങളുള്ള ഷോപ്പുകളിൽ പോയാണ് റീചാർജ് ചെയ്തത്. അങ്ങനെ ഷോപ്പുകൾ അവരുടെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കമ്പ്യൂട്ടറിലൂടെ അതാത് കമ്പനികൾക്ക് പൈസ അടച്ച് അല്ലെങ്കിൽ അവിടെ അക്കൗണ്ട് എടുത്ത് അവരുടെ അക്കൗണ്ടിലൂടെയാണ് അവർ ഇത് അടച്ചുകൊണ്ടിരുന്നത്. ഈ സംവിധാനത്തെ നമ്മുടെ മൊബൈലിലേക്ക് ആക്കി തരികയാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ കമ്പനി ഈ ജില്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന API അവർ താലൂക്ക് തലത്തിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ താലൂക്ക് തലത്തിൽ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പഞ്ചായത്ത് തലത്തിലേക്കും, പഞ്ചായത്ത് തലത്തിലുള്ളവർ വാർഡ് തലത്തിലേക്കും, വാർഡ് തലത്തിലുള്ളവർ ഔട്ട്ലെറ്റുകളിലേക്കും, ഔട്ട്ലെറ്റുകളിൽ നിന്ന് യൂസേഴ്സിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. ഇനി യൂസേഴ്സ് മറ്റ് യൂസേഴ്സിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ട് ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്കെല്ലാം സ്വന്തമായിട്ട് റീചാർജ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇവരുടെ ഇതിലേക്ക് റെഫറൻസിലൂടെ വന്നിരിക്കുന്ന ആളുകൾ ചെയ്യുമ്പോഴും ഇവർക്ക് അതിൻ്റെ ബെനിഫിറ്റ്. അപ്പം ഇതേപോലെ നമ്മൾ പണ്ടത്തെ കടകൾ റീചാർജ് ചെയ്യുന്ന ആ സംവിധാനത്തെ നമുക്ക് ഒരാൾക്ക് പൂർണ്ണമായിട്ട് നമ്മൾ കൊടുക്കുകയാണ് നമ്മൾ ഈ APIയിലൂടെ ചെയ്യുന്നത്. ഇനി എന്തൊക്കെ ഫെസിലിറ്റികളാണ് നമ്മുടെ ഈ പറയുന്ന ബിസിനസ് ആപ്പിലുള്ളത്? റീചാർജിങ്, മൊബൈൽ, DTH, ഫാസ്ടാഗ്, ഗൂഗിൾ പേ. മൊബൈലും DTH നിങ്ങൾക്കറിയാം. ഫാസ്ടാഗ് സ്വന്തം വാഹനത്തിൽ ഹൈവേകളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്കറിയാം. അതായത് അവിടെ നമ്മൾ ടോൾ ഗേറ്റിൽ ടോൾ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് ഫാസ്ടാഗ്. ഇത് നമ്മുടെ മൊബൈൽ റീചാർജ് ചെയ്യുന്ന പോലെ റീചാർജ് ചെയ്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് അതിനകത്ത് ബാലൻസ് ഇല്ലെങ്കിൽ നമുക്കിത് പൈസ അടയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് നേരിട്ട് ലൈവായിട്ട് നമ്മൾ അടയ്ക്കണമെങ്കിൽ കുറേ കാലതാമസമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇതിൻ്റെ കാർഡ് നമ്മൾ വണ്ടിയുടെ ഗ്ലാസ്സിൽ തന്നെ വെക്കും. അത് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് അതിൻ്റെ പൈസ കിട്ടുകയും നമുക്ക് പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യാം. ഇനി ഗൂഗിൾ പ്ലേ എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ വേർഷൻ ഉണ്ട്, അല്ലാതെ പെയ്ഡ് വേർഷൻ ഉണ്ട്. പെയ്ഡ് വേർഷൻ എടുക്കുന്ന ആളുകൾക്ക് അത് ഇതിലൂടെ തന്നെ നമുക്ക് റീചാർജ് ചെയ്യാവുന്നതാണ്. ഇനി ബിൽ പേയ്മെൻറ്റ്സ്, നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, അതേപോലെ തന്നെ പോസ്റ്റ് പെയ്ഡ് മൊബൈൽ ബില്ലുകൾ, LPG, ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് അടക്കം ധാരാളം ഇൻഷുറൻസുകളുണ്ട്. അതേപോലെ തന്നെ ഫിനാൻസിൻ്റെ EMI, നമ്മുടെ ബജാജ്, അതേപോലെ ധാരാളം പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ EMI നമുക്കിതിലൂടെ അടയ്ക്കാം. ഇനി ഗ്യാസ് എന്ന് പറയുന്നത് LPG ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അല്ലാതെ ഉള്ള ഗ്യാസുകളുണ്ട്. അത്തരം ഗ്യാസുകളും നമുക്ക് ഇതിലൂടെ ബുക്ക് ചെയ്യാം. കേബിൾ TV, മുനിസിപ്പാലിറ്റി ബില്ലുകൾ ഒക്കെ നമുക്ക് ഇതിലൂടെ നമുക്ക് അടയ്ക്കാൻ സാധിക്കും. ഇനി മണി ട്രാൻസ്ഫർ നമുക്ക് ചെയ്യാൻ പറ്റും. അക്കൗണ്ടിൽ നിന്ന് അക്കൗണ്ടിലേക്ക് നമുക്ക് പൈസ മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് പാൻ കാർഡ്
നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മറ്റുള്ളവരിലേക്ക് റെഫർ ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഡിസ്പ്യൂട്ട് മാനേജ് സംവിധാനങ്ങളും നമുക്ക് ഇതിൽ തന്നെ ഉണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആളുകളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രോഗ്രാം നമ്മൾ തയ്യാറാക്കിയത്. അതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യത്തിലേക്കാണ് വരുന്നത്. നമ്മൾ ജില്ലാ തലത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ഇപ്പോൾ നമ്മൾ താലൂക്ക് തലത്തിലും പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലും ഇത്തരം ലോക്കൽ ഗവൺമെൻറ് വാർഡ് തലത്തിലും അതുപോലെ തന്നെ ഔട്ട്ലെറ്റ് വാർഡ് തലത്തിൽ ഉള്ള ഔട്ട്ലെറ്റുകളിലേക്ക് നമുക്ക് ഈ സംവിധാനങ്ങൾ കൊടുക്കുകയും ഔട്ട്ലെറ്റുകളാണ് യൂസേഴ്സിനെ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ഔട്ട്ലെറ്റുകളിൽ നിന്നും യൂസേഴ്സായി വരുന്ന ആളുകൾക്ക് അവർക്ക് മറ്റ് യൂസേഴ്സിനും അത് കൊടുക്കുവാനുള്ള വാർഡ് തലത്തിൽ കൊടുക്കുവാനുള്ള സൗകര്യമുണ്ട്. ഇതിനകത്ത് യൂസേഴ്സ് തന്നെ പെയ്ഡ് യൂസേഴ്സും ഫ്രീ യൂസേഴ്സും ഉണ്ട്. യൂസേഴ്സിന് അത് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അതിൻ്റെ സൗകര്യങ്ങൾ ബെനിഫിറ്റ്സ് അവർക്ക് ഉപയോഗിക്കാം. എന്നാൽ ഷെയർ ചെയ്യുന്നവരുടെ മറ്റു രീതിയിലുള്ള ഒരു ബെനിഫിറ്റും അവർക്ക് ലഭിക്കില്ല. അവർ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ക്യാഷ് ബാക്കുകൾ മാത്രമേ അവർക്ക് കിട്ടുകയുള്ളൂ. ഇതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് കൊടുക്കുന്നതിലൂടെ മാത്രം ഒറ്റത്തവണ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റാണിത്. അതായത് ഡിസ്ട്രിബ്യൂഷൻഷിപ്പിന് വേണ്ടി താലൂക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അടയ്ക്കുന്ന കമ്പനിയിലേക്ക് അടയ്ക്കുന്ന പണത്തിൻ്റെ 15%, അതായത് 15% ഡിസ്ട്രിബ്യൂട്ടർക്കുള്ളതാണ്. അതേപോലെ തന്നെ പഞ്ചായത്ത് തലത്തിലും അതുപോലെ മുനിസിപ്പാലിറ്റി തലത്തിലുമുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അടയ്ക്കുന്നതിൻ്റെ 10% ജില്ലാ ഡിസ്ട്രിബ്യൂട്ടർക്കുള്ളതാണ്. അതുപോലെ തന്നെ വാർഡ് തലത്തിലുള്ള ഇതിൻ്റെ 5%, ഔട്ട്ലെറ്റ് തലത്തിലുള്ള 3%, യൂസേഴ്സിൻ്റെ ഔട്ട്ലെറ്റ്സുകൾ നേരിട്ട് ചേർക്കുന്ന യൂസേഴ്സിൻ്റെയും 2%, അങ്ങനെ ടോട്ടൽ 35% ജില്ലാ ഡിസ്ട്രിബ്യൂട്ടർക്കും. താലൂക്ക് ഡിസ്ട്രിബ്യൂട്ടർക്ക് അർബൻ, വാർഡ്, ഔട്ട്ലെറ്റ്, യൂസേഴ്സ് 1 യൂസേഴ്സിൻ്റെയും 2 യൂസേഴ്സിൻ്റെയും അടക്കം 30% കിട്ടും. അതുപോലെ റൂറൽ അർബൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വാർഡ് തലത്തിലുള്ളതും ഔട്ട്ലെറ്റ് തലത്തിലുള്ളതും യൂസേഴ്സ് തലത്തിലുള്ളതും ആയിട്ട് അങ്ങനെ 35% കിട്ടും. അതേപോലെ ഔട്ട്ലെറ്റുകൾക്ക് യൂസേഴ്സിൽ നിന്ന് കിട്ടും, യൂസേഴ്സിൽ നിന്ന് കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ തലത്തിലുള്ള വരുമാനം നമുക്ക് ലഭിക്കുന്നത്. ആദ്യ തവണ നമ്മൾ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എടുക്കുമ്പോൾ നമ്മൾ കമ്പനിയിലേക്ക് അടയ്ക്കുന്ന പണത്തിൻ്റെ 35% നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക് വിതരണം ചെയ്ത് കൊടുക്കുന്നു. ഇനി അൺലിമിറ്റഡായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന വരുമാനം ഇതാണ്. അതായത് ഓരോ ഇടപാടുകളിലൂടെയാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത്. ആ ലഭിക്കുന്ന വരുമാനത്തിൻ്റെ തോതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് 100% കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതൊരു 3.5% നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിട്ടത്തക്ക രീതിയിലാണ് നമ്മളിത് സംവിധാനം ചെയ്തിരിക്കുന്നത്. എന്നാൽ എല്ലാ സ്ഥലത്തും ഇതേപോലെ നമുക്ക് കിട്ടണമെന്നില്ല. കാരണം ഈ നമുക്ക് കമ്പനികൾ തരുന്ന ബെനിഫിറ്റിൻ്റെ അനുസരിച്ച് മാത്രമാണ് നമുക്ക് ഈ ബെനിഫിറ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ വന്നെന്നിരിക്കാം. ഏകദേശം നമുക്ക് കിട്ടാവുന്ന സാധ്യതകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് ആകെ 3.5% നമ്മളിതിനകത്ത് ഷെയറിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കമ്പനികൾ നമുക്ക് നൽകിയാൽ മാത്രമേ ഉള്ളൂ ഇത്രയും നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇത്രയും കൊടുത്താൽ ഇവർ 3.5% കമ്പനി തരുന്നതെങ്കിൽ അതിൻ്റെ ഈ കമ്പനിക്ക് നമ്മുടെ സിമിൻ്റെ കമ്മ്യൂണിക്കേഷൻസിന് അതിനകത്ത് വലിയ ബെനിഫിറ്റ് കിട്ടില്ല. അപ്പോൾ നമുക്കുള്ള കമ്പനിക്ക് ഒരു ചെറിയൊരു പെർസെൻറ്റേജ് കമ്പനിക്ക് എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നമ്മൾ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും വിതരണം ചെയ്ത് കൊടുക്കും. അപ്പോൾ ജില്ലാ തലത്തിലും താലൂക്ക് തലത്തിലും കിട്ടുന്ന
ബെനിഫിറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി ഇത്തരം ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടുമ്പോൾ ജില്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും താലൂക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സും മറ്റ് വാർഡ് തലത്തിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സും എന്താണ് ചെയ്യേണ്ടതെന്ന് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ഡിസ്ട്രിക്ട് ഓഫീസ് ആൻഡ് ട്രെയിനിങ് സെൻറ്റർ ജില്ലാ ഡിസ്ട്രിബ്യൂട്ടറെ കെയർ ഓഫിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിരുന്ന റെൻറ്റ്, മറ്റ് എക്സ്പെൻസുകൾ ബാക്കിയുള്ള താലൂക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സും പഞ്ചായത്ത് തലത്തിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സും കൂടി ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവിനെ നമ്മുടെ പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റി തലത്തിലുമുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആഡ് ചെയ്യുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വാർഡ് തലത്തിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എക്സിക്യൂട്ടീവായിട്ട് അവർക്ക് പ്രവർത്തിക്കാവുന്നതാണ്. ഇനി അവർക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർ എക്സിക്യൂട്ടീവിനെ വെച്ച് ഷോപ്പുകൾ ആഡ് ചെയ്യണം. ഇനി ഈ പറയുന്ന വാർഡ് തലത്തിലുള്ള എക്സിക്യൂട്ടീവുകളാണ് ഡെലിവറി സ്റ്റാഫിനെയും ആഡ് ചെയ്യുന്നത്. ഒരു വാർഡിൽ ഒരു ഡെലിവറി സ്റ്റാഫോ അതിൻ്റെ ബിസിനസ്സിൻ്റെ അനുസരിച്ച് ഒന്നിൽ കൂടുതൽ ഡെലിവറി സ്റ്റാഫിനെയോ നമുക്കവിടെ അപ്പോയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്തരം ഇവരെ ട്രെയിനിങ് കൊടുക്കുന്നതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ജില്ലാ ഡിസ്ട്രിബ്യൂട്ടറും താലൂക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സും നമ്മുടെ ജില്ലാ കേന്ദ്രത്തിൽ വെച്ച് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. കമ്പനി ഇവർക്ക് എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ട്രെയിനിങ് കമ്പനിയായിരിക്കും നൽകുന്നത്. ഇനി കമ്പനി ഈ ലോക്കൽ ട്രെയിനിങ് നമ്മുടെ ഈ അതാത് ജില്ലയിൽ ട്രെയിനിങ് കൊടുക്കാനുള്ള ട്രെയിനേഴ്സിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യും. അതുകൂടാതെ നമുക്ക് വിവിധ സ്ഥലങ്ങളിൽ വെച്ച് നമ്മൾ വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ട്രെയിനിങ്ങുകൾ ഉണ്ടാവും. ഫാമിലി വെൽബീയിങ് ഹബിൻ്റെ ഫൗണ്ടർ കൂടിയാണ് ഞാൻ. അപ്പോൾ അതിലൂടെ നമുക്ക് മനുഷ്യർക്ക് എങ്ങനെ അവരുടെ മനുഷ്യ ശരീരത്തെ ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കാം, മൈൻഡിനെ നല്ല രീതിയിലേക്ക് എങ്ങനെ കൊണ്ടുവരാം, അതേപോലെ തന്നെ സമ്പത്തിനെ എങ്ങനെ ആകർഷിക്കാം, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ക്ലാസ്സുകൾ നമ്മുടെ ഫാമിലി വെൽബീയിങ് ഹബ്ബ് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ വരുന്ന കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു വലിയൊരു സമ്മാനവും നമ്മൾ ഇന്നു മുതൽ ഒരു കോൺടെസ്റ്റ് കൂടി നിങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഗുണഫലം കൂടി നിങ്ങൾ അനുഭവിക്കുക. അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് കോൺടെസ്റ്റിലേക്ക് വരാം. അതായത് ധാരാളം മൊബൈൽ ആപ്പുകളും മറ്റുള്ള സംവിധാനങ്ങളും നമ്മുടെ നാട്ടിലുള്ളപ്പോൾ സിം ഇന്ത്യ കമ്മ്യൂണിക്കേഷൻസിനും സിംപേയ്ക്കും എന്താണ് പ്രാധാന്യം, അതിൽ നിന്നുള്ള വ്യത്യസ്തത എന്ന് ചോദിച്ചാൽ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഓഫറിലേക്ക് പോകാം. അതായത് നമുക്ക് സാധാരണ എല്ലാ ആപ്പുകളിലും നമ്മുടെ ബാങ്കിൽ അക്കൗണ്ടിലുള്ള പൈസ ഉപയോഗിച്ചാണ് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സിംപേയുടെ ഏണിംഗ് ആപ്പ് നമുക്ക് നമ്മുടെ കേരളപ്പിറവി ദിനം മുതൽ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. ആ ഒരു സംവിധാനം നമുക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ബാങ്കിലുള്ള പൈസയോ നമ്മുടെ കയ്യിലുള്ള പൈസയോ കൂടാതെ നമുക്ക് റീചാർജിങ്ങും ഷോപ്പിങ്ങും പർച്ചേസിങ്ങും എല്ലാം നടത്താനുള്ള സംവിധാനം കൂടി ഇതോടൊപ്പം വരും. അൺലിമിറ്റഡ് ആയിട്ട് വരുമാനം നമുക്ക് സംവിധാനത്തിലൂടെ നേടിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ അടുത്ത ജനുവരിയിൽ കമ്പനി ഇൻ്റർനാഷണലായി നമുക്ക് ദുബായിൽ നമ്മുടെ ആസ്ഥാനം വരും. അപ്പോൾ അതിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുക. അങ്ങനെ നിങ്ങൾക്ക് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു കോൺടെസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇനി സംസാരിക്കാം. അതായത് ഇന്നു മുതൽ നമ്മുടെ കോൺടെസ്റ്റ് ആരംഭിക്കുകയാണ്. നിങ്ങളുടെ എ ടീമിനെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഡിസ്ട്രിക്ട് ലെവലിലുള്ളവരാണെങ്കിൽ അവർ താലൂക്ക് തലത്തിലുള്ള ടീമിനെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഒരു അമേരിക്കൻ ടൂറിസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡഡ് കമ്പനിയുടെ ഏകദേശം 2000 രൂപ MRP ഉള്ള ഒരു ബാഗാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഈ ബാഗ് നിങ്ങൾക്ക് ഇനി നടത്താനുള്ള ധാരാളം യാത്രകൾക്കും നിങ്ങൾക്കിനി ലഭിക്കാൻ പോകുന്ന ലാപ്ടോപ്പ്, മൊബൈൽ ഫോണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുന്നതിനൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ബ്രാൻഡഡ് ബാഗാണ് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ ഇതിനകത്ത് ജോയിൻ ചെയ്ത ഉടൻ തന്നെ അന്ന് തന്നെയോ അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലോ നമ്മുടെ ടീം എ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ടീം എ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ടീം ബി ആവും. അങ്ങനെ ടീം ബി കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക്
മൊബൈൽ ഫോൺ ആണ് നമുക്ക് ലഭിക്കുന്നത് ടീം ബി കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ. ഉദാഹരണത്തിന് ജില്ലാ തലത്തിലുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ അദ്ദേഹത്തിന് ടീം ബി എന്ന് പറയുന്നത്, ടീം എ എന്ന് പറയുന്നത് താലൂക്ക് തലത്തിലുള്ളതാണെങ്കിൽ ടീം ബി എന്ന് പറയുന്നത് പഞ്ചായത്ത്, മുനിസിപ്പൽ തലങ്ങളിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. അത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അവർക്ക് ടീം ബി കംപ്ലീറ്റ് ആയി. എന്നാൽ താലൂക്ക് തലത്തിലുള്ളവരാണെങ്കിൽ വാർഡ് തലത്തിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കംപ്ലീറ്റ് ആകുമ്പോഴാണ് ടീം ബി കംപ്ലീറ്റ് ആകുന്നത്. അങ്ങനെ ടീം ബി ഏത് തലത്തിലുള്ളവരാണെങ്കിലും അവരുടെ എ ടീമും ബി ടീമും കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ സംവിധാനം വരും. അതേപോലെ സി ടീം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ലാപ്ടോപ്പും, ടീം ഡി കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഹീറോ മൊബൈൽ ഫോൺ OnePlusന്റെ ഏകദേശം 50,000, 40,000-നും 50,000-നും ഇടയ്ക്ക് വിലയുള്ള മൊബൈൽ ഫോണാണ്. അതേപോലെ തന്നെ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് HP-യുടെ ഏകദേശം 80,000 രൂപയിൽ മുകളിലുള്ള ലാപ്ടോപ്പാണ്. അതുപോലെ നമ്മൾ ടീം ഡി കംപ്ലീറ്റ് ആകുമ്പോൾ കൊടുക്കുന്ന ഹീറോയുടെ വിഡ BI Pro എന്ന് പറയുന്ന മോഡൽ ഇലക്ട്രിക് സ്കൂട്ടറാണ്. അതിന് ഏകദേശം 1.5 ലക്ഷം രൂപ വില വരും. അതുപോലെ തന്നെ നമുക്ക് ടീം ഇ നമുക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ടാറ്റ പഞ്ചിൻ്റെ ഇലക്ട്രിക് വേർഷനാണ്. അത് നമുക്ക് ഏകദേശം 12 ലക്ഷം രൂപ വില വരുന്ന വാഹനമാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു സംവിധാനത്തിലൂടെ ഈ പറയുന്ന സമ്മാനങ്ങളെല്ലാം ലഭിക്കത്തക്ക തരത്തിലാണ് നമ്മൾ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇത് തരുവാൻ വേണ്ടിയാണ്. അതായത് നിങ്ങൾക്കൊരു 10 ദിവസമാണ് നിങ്ങൾക്ക് നമ്മൾ നൽകിയിരിക്കുന്നത്. പക്ഷേ 10 ദിവസം നമുക്ക് ആവശ്യമില്ല. നമുക്ക് 1-2 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ടീം എ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ ടീം ബിയും നമുക്ക് വളരെ കുറഞ്ഞ സമയങ്ങളിൽ, ഒരാഴ്ചകൾ കൊണ്ട് തന്നെ നമുക്ക് ഈ ടീം സി വരെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ്. പിന്നെ ഡിയും ഇയിലേക്കും പോകുമ്പോൾ കുറച്ചുകൂടെ ഏകദേശം 1 മാസം കൊണ്ട് തന്നെ നമുക്ക് ഇത് അച്ചീവ് ചെയ്യാനാണ്. എന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ 3 ഇരട്ടി സമയം, 4 ഇരട്ടി സമയമാണ് നിങ്ങൾക്ക് ഇതിനു വേണ്ടി തന്നിരിക്കുന്നത്. കാരണം ഇത് നമ്മളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സായിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ഇത് നൽകുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ദയവായി നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇന്ന് സെപ്റ്റംബർ 30 നമുക്ക് ഒക്ടോബർ മാസം കൊണ്ട് നമുക്ക് കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരും പ്രവർത്തിക്കുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ എല്ലാ പഞ്ചായത്തിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സായി എല്ലാ പഞ്ചായത്തിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് നമുക്ക് ഒക്ടോബർ മാസം എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നവംബർ ആകുമ്പോൾ നമ്മുടെ പുതിയ ആപ്പുകൾ വരും. ആ പുതിയ ആപ്പുകൾ വരുമ്പോൾ നമുക്ക് വാർഡ് തലത്തിലാണ് നമ്മൾ ആളുകളെ ആഡ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും ബഹുഭൂരിപക്ഷം ആളുകളും നമ്മുടെ ഈ ഒരു സംവിധാനം ഉപയോഗിക്കത്തക്ക തരത്തിലേക്ക് വരികയും, അങ്ങനെ ഉപയോഗിക്കുമ്പോൾ മുൻകാലങ്ങളിൽ നമ്മൾ ഈ റീചാർജ് ചെയ്യുന്നതിനും മറ്റ് പല കാര്യങ്ങളുള്ള സർവീസ് നമുക്ക് തരുന്നതിന് വിദേശ കമ്പനികളിലേക്കും ഇന്ത്യൻ കോർപ്പറേറ്റുകളിലേക്കും കേന്ദ്രീകരിച്ചിരിക്കുന്ന അതിൻ്റെ ലാഭം നമ്മളിലേക്ക്, നമ്മുടെ രാജ്യത്തിലേക്ക്, നമ്മുടെ രാജ്യത്തെ ജനങ്ങളിലേക്ക് ഡീസെൻട്രലൈസ് ചെയ്യുന്ന, വികേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് സിം ഇന്ത്യ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്ന ഇത്തരം നൽകുന്ന സംവിധാനം. വളരെ തുച്ഛമായ ലാഭം മാത്രമാണ് ഇതിനകത്ത് എടുക്കുന്നത്. ബാക്കി അതിൻ്റെ സിംഹഭാഗവും നമ്മുടെ കസ്റ്റമേഴ്സിലേക്കും നമ്മുടെ രാജ്യത്തുള്ളവരിലേക്കും കൊടുക്കുന്നതോടുകൂടി ഇതിന് വളരെ പൊളിറ്റിക്കലായി, ഇക്കണോമിക്കലി വളരെയധികം പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരം ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുവാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഇത്രയും നേരം എന്നെ ശ്രവിച്ച നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.